പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കുറച്ച് പീനട്ട് ബട്ടർ ഉണ്ടാക്കുക കേട്ടോ. കടയിൽ നിന്ന് മേടിച്ച വറുത്ത കടലയാണ്. പക്ഷെ ഞാനിത് ഒന്ന് ജസ്റ്റ് നമ്മുടെ ഇതിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നു. ഇതാ ഞാൻ ചൂടാക്കി എടുത്തു കേട്ടോ. ഇതുണ്ടോ ഇത് പിന്നെ അടുപ്പ് വെച്ച് ചൂടാക്കി ഇതിൻ്റെ തൊലി കളഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് അരയ്ക്കാം. ഇതാ മിക്സിയിൽ ഇത്ര ഇട്ട് അടിച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം കേട്ടോ. പീനട്ട് ബട്ടറിന് പഞ്ചസാര ചേർക്കാം, അഥവാ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ പൊടിച്ച് വേണം ചേർക്കാൻ കേട്ടോ. അപ്പം നമ്മുടെ പീനട്ട് ബട്ടർ റെഡിയായി. ഇത് കണ്ടോ, സൂപ്പർ സാധനം കേട്ടോ. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ തേച്ച് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, നല്ല ടേസ്റ്റാണ് കടല. ഇതിപ്പോൾ കുറവ് അളവില്ല, ഞാൻ കാണിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. ഞാനിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കുട്ടികൾക്ക് ബ്രെഡിൻ്റെ കൂടെ തേച്ച് കൊടുക്കാം. ബ്രെഡും പിന്നെ തേനും കൂടെ തേച്ചിട്ട് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാം കേട്ടോ. നല്ല സൂപ്പർ സാധനം. നമുക്ക് പച്ചയെന്ന് പറഞ്ഞാൽ വറക്കാത്ത കടല മേടിച്ച് ഉണ്ടാക്കുവാണ് ഇച്ചിരൂടെ നല്ല കേട്ടോ. ഇത് ഞാൻ കടയിൽ വറുത്തിരുന്നത് മേടിച്ച് ആണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൽ ഷുഗർ ഉപയോഗിക്കുകയില്ല. ഷുഗർ വേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അടിക്കാം കേട്ടോ. പിന്നെ ഉപ്പ് ചെറിയ അളവിൽ ഇടാവുള്ളൂ. പിന്നെ പഞ്ചസാര നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് നമുക്ക് അടിക്കാം. പിന്നെ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ചേർക്കേണ്ടത് കേട്ടോ. കുറച്ച് ചെറിയ അളവിൽ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഈ വീഡിയോ കാണുന്നവരെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഉണ്ടാക്കുന്ന പോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പം ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാട്ടോ. അതുമല്ല, ഇത് നല്ല അരയ്ക്കാൻ ഇഷ്ടമില്ലാത്തവരൊന്ന് ചെറിയ രീതിയിൽ അരച്ചാലും ചിലവർക്ക് കടല ഇടയ്ക്ക് കടിക്കുന്നതും ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഒന്നും കൂടെ പറയാണ്, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.